അവല് വിളയിച്ചത് അങ്ങനെ ചുമ്മാതെ കൊണ്ടുപോയിട്ട് അവല് വിളയിച്ചാലേ അതിലെന്താണ് ഒരു ഗുമ്മുള്ളത് അല്ലേ? അപ്പോൾ നമുക്കുണ്ടല്ലോ നല്ല പഴമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വിളയിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് അതിന് തന്നെ നമ്മുടെ മധുരത്തിനുള്ള ശർക്കര കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ശർക്കരയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉരുക്കിയെടുക്കുക. ഇത് ഉരുക്കി കഴിഞ്ഞപ്പോഴേ വലിയൊരു കച്ചറ എനിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അരിച്ചൊന്നും എടുക്കണില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു ഏത്തപ്പഴം എടുത്തിട്ട് അതിനെ 4 മുറിച്ചിട്ട് പിന്നെ അതിനങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടേ നേരെ നമ്മുടെ ഈ ഒരു ശർക്കര പാനിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് അതും ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം അങ്ങോട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങയും ഒരു 2-3 ഏലക്ക ജസ്റ്റ് ഒന്നാണ് കുത്തി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് പിന്നെ അതങ്ങോട്ട് ആവട്ടെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും ഒരു 5-6 കശുവണ്ടിയും പിന്നെ ഒരു കപ്പോളം അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്ക്. ഈ സമയത്തുണ്ടല്ലോ ആ തേങ്ങൻ്റെയും ശർക്കരേൻ്റെ ഒക്കെ വെള്ളം നല്ലോണം അങ്ങോട്ട് വറ്റി വരണം കേട്ടോ. ഇനി അവലിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ കുറച്ച് കറുത്തെള്ളും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഏത്തപ്പഴം ചേർത്തിട്ടുള്ള അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ഇനി റോബസ്റ്റാ പഴമോ ചെറുപഴമോ ഒന്നും ഇല്ല, ഏത്തപ്പഴം മാത്രമേ ഉള്ളൂങ്കിലും അവല് വിളയിച്ചത് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാതെ മനസ്സിലായില്ലേ?